ഹലോ, വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് നോമ്പ് തുറക്കുന്ന സമയത്തേക്കൊക്കെ നല്ല ടേസ്റ്റി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാനാണെങ്കിൽ മാവ് കുഴക്കുകയോ കലക്കുകയോ ഒന്നും വേണ്ട, വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കുകയും ചെയ്യാം, എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കുകയും ചെയ്യാം. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു സ്നാക്കാണ് കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുൻപായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ ഒരു സ്നാക്ക് റെഡിയാക്കാനായിട്ട് ആദ്യം ഞാനിവിടെ ഒരു കടായി വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് 1.5 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ ബട്ടറും കൂടെ ചേർത്തിട്ട് ഇത് നല്ല പോലെ ഈ ബട്ടർ മെൽറ്റായി ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് മീഡിയം സൈസിലുള്ളൊരു സവാള പൊടിയായിട്ട് അരിഞ്ഞതും 1/4 കപ്പ് ക്യാപ്സിക്കം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ക്യാപ്സിക്കം ഞാനിവിടെ 3 കളറിൽ എടുത്തിട്ടുണ്ട്. ഇനി ഒരു പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ട് നമുക്കിത് എല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കാം. ഇത് നല്ലതുപോലെ വഴറ്റിയെടുക്കൊന്നും വേണ്ട കേട്ടോ, ജസ്റ്റ് എല്ലാം കൂടെ ഒന്ന് ഇളക്കിയെടുത്താൽ മതി. ഇതിലേക്ക് ഒരു നുള്ള് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് 5 ടേബിൾ സ്പൂൺ മൈദയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 5 വലിയ സ്പൂൺ മൈദ ഇതിലേക്ക് ചേർത്തിട്ട് ഇത് കട്ടയൊന്നും കെട്ടാതെ നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കുകയാണ്. ഇത് കട്ടയില്ലാതെ നല്ല പോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ചിക്കൻ സ്റ്റോക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഇതിലേക്ക് കുറച്ച് ചിക്കൻ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ചിക്കൻ വേവിച്ച വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. 1/4 കപ്പ് ചിക്കൻ സ്റ്റോക്ക് ഉണ്ട്, കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ വെള്ളം കുറേശ്ശെ ആയിട്ട് ചേർത്തിട്ട് ആ മൈദ കട്ടയില്ലാതെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഈ വെള്ളം ചേർക്കുമ്പോൾ തന്നെ ഇത് നല്ലപോലെ കുറുകി വരും. അപ്പോൾ ഇതൊന്ന് കുറുകി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് പാല് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിന് മുൻപായിട്ട് എരിവിന് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. കുരുമുളക് പൊടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം 1/2 കപ്പ് പാല് കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുക്കാം. നമ്മളിതിലേക്ക് എത്ര വെള്ളം ചേർത്താലും ഇതിങ്ങനെ ചൂടാവും തോറും ഇത് കുറുകി വരും കേട്ടോ. 1/2 കപ്പ് പാല് കുറേശ്ശെ ആയിട്ട് ചേർത്തിട്ട് ഇത് കുറുകി വരുന്ന സമയത്ത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മൾ വൈറ്റ് സോസ് വെച്ചിട്ടൊക്കെ എന്ത് സ്നാക്ക് ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണല്ലോ. അപ്പോൾ വൈറ്റ് സോസും വെജിറ്റബിൾസും കൂടെ ഒന്നിച്ചിട്ട് ചെയ്യുന്നൊരു സ്നാക്ക് തന്നെയാണ് കേട്ടോ ഇത്. ഇപ്പോൾ നമ്മൾ പാല് മുഴുവനും 1/2 കപ്പ് പാലും ഇതിലേക്ക് ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലുള്ള ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടിത് തണുത്തതിന് ശേഷം ഒരു ബൗളിലേക്ക് മാറ്റിയിട്ട് നമുക്ക് സ്നാക്ക് റെഡിയാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഇത് നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് മാറ്റിയാണ് കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ചിക്കനാണ്. ഞാനിവിടെ കുറച്ച് ബോൺലെസ് പീസസ് മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്തിട്ട് വേവിച്ച് മിക്സിയുടെ ജാറിലിട്ടൊന്ന് കറക്കിയെടുത്തതാണ്. അപ്പോൾ അത് അളന്നെടുത്തപ്പോൾ 1.25 കപ്പ് ഉണ്ടായിരുന്നു. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എത്ര വേണമെങ്കിലും ചിക്കൻ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് മല്ലിയിലയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 കപ്പ് മല്ലിയില പൊടിയായിട്ട് അരിഞ്ഞതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ചിക്കനൊക്കെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നല്ല പോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് കയ്യിൽ വെച്ചിട്ട് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ഉന്നക്കായുടെയൊക്കെ ഷേപ്പിൽ ആണ് കേട്ടോ ഇതാക്കിയെടുക്കുന്നത്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ എല്ലാം ഷേപ്പ് ചെയ്തതിന് ശേഷം ഇനി നമുക്കിതൊന്ന് കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 കോഴിമുട്ട ഒന്ന് പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഷേപ്പ് ചെയ്തെടുത്തിട്ടുള്ള സ്നാക്കിൽ ആദ്യം നമുക്ക് ബ്രെഡ് ക്രംസ് കൊണ്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കണം. കാരണം അതൊരു നനവുള്ള പോലെയാണ് ഉണ്ടാവുക. അപ്പോൾ ആദ്യം ഡബിൾ കോട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ബ്രെഡ് പൊടി കൊണ്ടൊന്ന് കോട്ട് ചെയ്തിട്ട് മാറ്റി വെക്കുകയാണ്. എന്നിട്ട് എല്ലാം കോട്ട് ചെയ്തതിന് ശേഷം അത് കോഴിമുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ട് വീണ്ടും ബ്രെഡ് ക്രംസ് കൊണ്ട് കോട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു കോട്ടിങ് കിട്ടും ഡബിൾ കോട്ട് ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ കോഴിമുട്ടയിൽ മുക്കിയിട്ട് ഒരു കൈ കൊണ്ട് കോഴിമുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് പൊടിയിലേക്ക് വെച്ച് കൊടുക്കുക, മറ്റേ കൈ കൊണ്ട് ബ്രെഡ് ക്രംസ് കൊണ്ട് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ എല്ലാം ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ചൂടുള്ള എണ്ണയിൽ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്താൽ മതി കേട്ടോ. ഒരുപാട് സമയം വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പുറം ഭാഗം ഒന്ന് ക്രിസ്പി ആയിട്ട് വന്നാൽ മതിയല്ലോ.
അപ്പോൾ തിരിച്ചും മറിച്ചും ഇട്ട് നല്ല പോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ, നമ്മുടെ ഈ ഒരു സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. മയണൈസും വൈറ്റ് സോസൊക്കെ വെച്ചിട്ടുള്ള സ്നാക്സ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഇഷ്ടമാവും. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നോമ്പ് തുറക്കുന്ന സമയത്തേക്കൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു പൊള്ളി സ്നാക്കാണ് കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്